ഹലോ ദർ, ഇറ്റ്സ് മീ സിബിൻ ഹിയർ. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പ്രസന്റ് ചെയ്യാനാണ്. നിങ്ങൾ എല്ലാവരും തന്നെ ചാറ്റ് GPT വളരെ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങളുടെ ബിസിനസ്സിലോ പ്രൊഫഷനിലോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ തന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇനി AIക്ക് കാണാനും കേൾക്കാനും സംസാരിക്കാൻ സാധിക്കും. ഒരു മൾട്ടി മോഡൽ ആയിട്ടാണ് ഇപ്പോൾ ചാറ്റ് GPT ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ AIക്ക് ഇനി കാണാനും സാധിക്കുന്നുള്ളതാണ്. ഇതൊരു ചെറിയൊരു കാര്യമല്ല. AIക്ക് കാണാൻ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ഒരു ഒബ്ജക്റ്റ് കണ്ട് മനസ്സിലാക്കുന്ന പോലെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ മെയിൻ ഹൈവേസിലെല്ലാം AI ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡ്രൈവേഴ്സ് ഹെൽമെറ്റ് വെച്ചിട്ടില്ല അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണ് ആ ഒരു മിനിമൽ ആയിട്ടുള്ള AI സിസ്റ്റത്തിനുള്ളത്. പക്ഷേ ഓപ്പൺ AI ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ മൾട്ടി മോഡൽ AIയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്ന ഇത്രയും കാര്യങ്ങളെല്ലാം ഒരേ AIക്ക് കണ്ട് മനസ്സിലാക്കി ആ ഒരു ചിത്രത്തിലുള്ള മൾട്ടിപ്പിൾ ഒബ്ജക്റ്റുകളും സിറ്റുവേഷൻസും അനലൈസ് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യന് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയാണ് ചാറ്റ് GPTയുടെ വിഷനുള്ളത്. ഇനി ഇതിൻ്റെ ഒരു സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് GPTയുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഞാൻ തന്നെ പല വീഡിയോസ് ചാറ്റ് GPTയുടെ ഇനീഷ്യൽ യൂസ് കേസിനെ കുറിച്ച് ചെയ്തിരുന്നു. ഒരു ബിസിനസിന്റെ സപ്പോർട്ട് സെയിൽ സംവിധാനങ്ങളൊക്കെ ഒരു വാട്സ്ആപ്പ് ചാറ്റ് ബോട്ട് വഴി ഓട്ടോമേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ മാത്രമാണ് ഞാൻ നിർമ്മിച്ചതായിട്ട് വീഡിയോ ചെയ്തത്. പക്ഷേ ചാറ്റ് GPT ബേസ് ചെയ്ത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന യൂസ് കേസിന്റെ സാധ്യത വാസ്റ്റ് ആണ്. ഇപ്പോൾ ഇന്റർനെറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ AI ബേസ്ഡ് ടൂൾസിന്റെ എല്ലാം ആ ഒരു ഇന്റലിജൻസ് പവർ ചെയ്യുന്നതെല്ലാം ഓപ്പൺ AIയുടെ ഈ AI തന്നെയാണ്. ഞാൻ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ വിഷൻ കപ്പാസിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ കപ്പാസിറ്റി എന്താണെന്നുള്ളത് ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നിങ്ങൾ തന്നെ കാണിക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓപ്പൺ AIയുടെ വിഷൻ ക്യാപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ചാറ്റ് GPT ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ചാറ്റ് GPTയുടെ പെയ്ഡ് വേർഷനാണ്. ചാറ്റ് GPT 4 ആണ് ഞാൻ ഇവിടെ എനേബിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് ഒരു ഇമേജസ് അല്ലെങ്കിൽ ഫയൽസ് അറ്റാച്ച് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ സാധിക്കും. ഈ ഒരു വിഷൻ കാപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യമായിട്ടൊരു ഇമേജ് അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇമേജ് നമുക്കൊന്നും ആദ്യം നോക്കാം. ഈ ഇൻഗ്രീഡിയൻസ് വെച്ച് എന്താണ് ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനപ്പോൾ ഇത് ചാറ്റ് GPTയിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് വാട്ട് ക്യാൻ ഐ മേക്ക് വിത്ത് ദിസ് എന്ന് ചോദിക്കുന്നു. ഓക്കെ, എ സൗത്ത് ഇന്ത്യൻ കുസിൻ ഞാൻ ചോദിക്കുന്നു. നമുക്ക് നോക്കാം. ഇപ്പോൾ AI ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഇമേജാണ്. അതിനുള്ള ഓരോ ഇൻഗ്രീഡിയൻസും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം അത് ആൻസർ ചെയ്യാനായിട്ട്. കൂടാതെ ഒരു ജനറൽ നോളജ് ആവശ്യമാണ്. ഇതിനെ ബേസ് ചെയ്ത് സൗത്ത് ഇന്ത്യൻ എന്ത് കുസിനാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. സോ നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ ദി ഇൻഗ്രീഡിയൻസ് ഷോൺ ഇൻ ദി ഇമേജ് യു ക്യാൻ മേക്ക് എ ട്രഡീഷണൽ സൗത്ത് ഇന്ത്യൻ ഡിഷ് കോൾഡ് സാമ്പാർ. ഓക്കെ, നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. സാമ്പാറിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു സാമ്പാർ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ് പറയുന്നത്. അതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ നമുക്ക് AI ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. കൂടാതെ അതിൻ്റെ ജനറൽ നോളജ് വെച്ച് നോർമലി ഒരു സാമ്പാർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ പറഞ്ഞു തരുന്നു. സോ ഇതാണ് വിഷൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി. ഇനി കുറച്ചുകൂടി എക്സാമ്പിൾ ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ കുറേ കൂടി ഇതിൻ്റെ ഒരു ക്യാപ്പബിലിറ്റി നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തായിട്ട് ഞാൻ പുതിയൊരു ചാറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രിസ്ക്രിപ്ഷനാണ്. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ നോക്കിയാൽ നമുക്കറിയാം, നമുക്ക് ഒരു സാധാരണക്കാർക്ക് ഇത് മനസ്സിലാക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഈ ഒരു പർപ്പസ് നമുക്ക് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള, നമുക്ക് നോക്കിയാൽ പോലും മനസ്സിലാവാത്ത രീതിയിലുള്ള ഈ ഒരു ടെക്സ്റ്റ് ഇത് ഞാൻ ചാറ്റ് GPTക്ക് സബ്മിറ്റ് ചെയ്യുവാണ്. എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുവാണ്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ദിസ് ഇമേജ് യു പ്രൊവൈഡ് അപ്പിയേഴ്സ് ടു ബി എ ഫോട്ടോഗ്രാഫ് ഓഫ് ഹാൻഡ് റിട്ടൺ ഡോക്ടർ നോട്ടാണ്, ഒരു മെഡിക്കൽ റെക്കോർഡ്. അതിൽ ഡോക്ടറുടെ നെയിം മനസ്സിലാക്കിയിട്ടുണ്ട്, റൊണാൾഡോ ജോസൻ, അലോങ് വിത്ത് ദ കോൺടാക്ട് ഡീറ്റെയിൽസ്. മണില ഡോക്ടേഴ്സ് ഹോസ്പിറ്റലാണ്. ഓക്കെ, ഡേറ്റ് അത് ഐഡൻറ്റിഫൈ ചെയ്തു. പേഷ്യൻ്റ് ഇൻഫോർമേഷൻ സീൻസ് ടു ഇൻഡിക്കേറ്റ് എ പേഴ്സൺ വിത്ത് 65-year-old ഫീമെയിൽ വിത്ത് ഇനീഷ്യൽ MA കൺസേൺ നെക്ക് മാസ് ടു നോട്ട് 2 weeks ago. കറക്റ്റായിട്ട് അതിൻ്റെ കോഴ്സ് മനസ്സിലാക്കി അത് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ എക്സാമിനേഷൻ ഫൈൻഡിങ്സ് ഫുള്ളായിട്ട് റേറ്റ് ചെയ്യുന്നു. തൈറോയിഡ് ആണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ ചാറ്റ് GPT ആണ് അത് ആ ഒരു ഇമേജ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. സോ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ജനറൽ നോളജ് ഉപയോഗിച്ചുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൂടി നമുക്ക് തന്നിരിക്കുകയാണ്. സോ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള നോട്ട്സുകൾ വരെ കൺവേർട്ട് ചെയ്ത് നാച്ചുറൽ ലാംഗ്വേജിൽ അത് മനസ്സിലാക്കി നമുക്ക് ആൻസർ തരുവാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്ത 2 എക്സ്പെരിമെൻറ്റ്സും നിങ്ങൾക്കും ഈസി ആയിട്ട് ചാറ്റ് GPTയിൽ ചെയ്യുന്ന ഒരു പെയ്ഡ് പാക്കേജ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാറ്റ് GPT വേർഷൻ 4 ആക്സസ് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഇമേജ് വഴി പ്രോംപ്റ്റുകൾ എൻ്റർ ചെയ്യാനും സാധിക്കും. ഇനി അടുത്തായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇത് ചാറ്റ് GPTയിലുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫീച്ചർ അല്ല. നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ് സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ആപ്സുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാനായിട്ട് ഈ AIs ഉപയോഗിക്കാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ AI ടെക്നോളജിയാണ് ഈ ചാറ്റ് GPTയിൽ പവർ ചെയ്തിരിക്കുന്നത്. ചാറ്റ് GPT എന്നുള്ളത് ഓപ്പൺ AIയുടെ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്.
അപ്പോൾ എൻ്റർപ്രൈസ് യൂസേജിന് കൊമേഴ്ഷ്യൽ യൂസിനായിട്ട് ഈ ഓപ്പൺ AI APIs പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുണ്ട്. ഓരോ ഡെവലപ്പേഴ്സിനും ഇത് ഈസി ആയിട്ട് ആക്സസ് ചെയ്ത് ഇത് വെച്ച് നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ചുള്ള യൂസ് കേസുകൾ ബിൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു എക്സാമ്പിൾ യൂസ് കേസ് ബിൽഡ് ചെയ്യാം. അതിനനുസരിച്ച് കുറച്ച് എക്സാമ്പിൾ യൂസ് കേസുകൾ ഞാൻ പറയുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി നിങ്ങളുടെ ബിസിനസ്സിനോ നിങ്ങളുടെ ഐഡിയാസോ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കുറച്ചുകൂടി ഐഡിയ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ അതും കൂടി നമുക്ക് നോക്കാം. ഓപ്പൺ AI വിഷൻ്റെ കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു വാട്സപ്പ് ചാറ്റ് ബോർഡാണ് ബിൽഡ് ചെയ്യുന്നത്. അതുവഴി ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നത് വഴി അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് വാട്സപ്പിനുള്ളിൽ കൂടെ തന്നെ തിരിച്ചു നൽകുന്നു. ഇത് കൊമേഴ്ഷ്യലി എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ അത് ബിൽഡ് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ക്രിയേറ്റ് ബോട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ലിബ്രോമി കണക്ട് എന്ന് പറയുന്ന ഒരു ടൂളാണ്. librami.com പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ചാറ്റ് ബോട്ട് ഓട്ടോമേഷൻ സൊല്യൂഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് ഒരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ നമ്മളിത് കോൺഫിഗർ ചെയ്യുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു കസ്റ്റമർ മെസ്സേജ് ചെയ്യുമ്പോൾ ഈ സ്റ്റാർട്ട് മൊഡ്യൂൾ ആയിരിക്കും ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ബോട്ട് ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. പ്ലീസ് അപ്ലോഡ് യുവർ ഇമേജ് എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് ബോട്ടിൽ നിന്നും തിരിച്ച് യൂസറിലേക്ക് പോകുന്നതായിരിക്കും. ഇനി നമ്മൾ യൂസറുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇമേജാണ്. അപ്പോൾ അതുകൊണ്ട് ഫയൽ മൊഡ്യൂൾ ഞാൻ ഡ്രാഗ് ചെയ്ത് ഉപയോഗിക്കുന്നു. അതിന് ഞാൻ ഇമേജ് എന്നൊരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും നമ്മളൊരു മെസ്സേജ് തിരിച്ചയക്കുകയാണ്. പ്ലീസ് എൻ്റർ യുവർ ക്വസ്റ്റ്യൻ ഫോർ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഒരു വേരിയബിളായിട്ട് ടെക്സ്റ്റ് ഇൻപുട്ടായിട്ട് അത് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ടെക്സ്റ്റ് ഇൻപുട്ടായിട്ട് സേവ് ചെയ്തു. ഇനി അടുത്തായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വെബ് ബുക്ക് മൊഡ്യൂളാണ്. കാരണം ഈ പറഞ്ഞ ഡാറ്റ കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ AIയിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് APIസിൻ്റെ വെബ് ബുക്ക് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇത് കണക്ട് ചെയ്യുകയാണ്. ഈ 2 വേരിയബിൾസ് ആയിരിക്കും നമ്മളിൽ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്യുന്നു, അത് എക്സ്പാൻഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. അഡ്വാൻസ് കോൺഫിഗറേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് API വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓപ്പൺ AIയുടെ ഡോക്യുമെൻറ്റേഷൻസിലേക്ക് പോവാണ്. അപ്പോൾ ഓപ്പൺ AI platform.openai.com പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് വിഷ്വലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാണാം. സോ ഇതാണ് ഇതിൻ്റെ ഒരു API ഡോക്യുമെൻറ്റേഷൻ വരുന്നത്. ഇതൊരു കേൾ കോഡാണ്. നമുക്ക് പോസ്റ്റ്മാനിലും റസ്റ്റ് APIയിൽ ഈ കോഡ് ഡയറക്റ്റ്ലി ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനുള്ളൊരു സാമ്പിൾ ഇമേജ് പോയിട്ടുണ്ട്, കൂടാതെ പ്രോംപ്റ്റും പോയിട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു കേളി ബ്രേസിനുള്ള ഒരു ഒബ്ജക്റ്റ് കോപ്പി ചെയ്യുകയാണ്. ഇത് നേരെ ഞാൻ ചാറ്റ് ബോട്ട് ബിൽഡറിലെ ബോഡിയിൽ പേസ്റ്റ് ചെയ്യുകയാണ്. സോ ഇതാണ് എൻ്റെ ഒരു സാമ്പിൾ ബോഡി. നമുക്കിത് ടെക്സ്റ്റും അതോ ഇമേജും ഡൈനാമിക് ആക്കേണ്ടതാണ്. തൽക്കാലം ഇത് ഞാൻ കീപ്പ് ചെയ്യുന്നു. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ഒരു URL കൂടെ നമുക്ക് ആവശ്യമാണ്. URL ഞാൻ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഇതാണ് വെബ് ബുക്ക് URL ആയിട്ട് ഇവിടെ വരുന്നത്. അതിനുശേഷം നമ്മൾ ഹെഡറിൻ്റെ ഉള്ളിൽ ഓതോറൈസേഷൻ ബിയറർ ടോക്കണാണ് പാസ് ചെയ്യുന്നത്. ഒരു സ്പേസ് ഇട്ട് പേസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു സാമ്പിൾ API റിക്വസ്റ്റ് പാസ് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി APIനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് ഓട്ടോമേഷൻ എന്നല്ല, എന്ത് ഓട്ടോമേഷൻ ചെയ്യുകയാണെങ്കിലും APIസിനെ കുറിച്ചുള്ള നോളജ് വളരെ എസെൻഷ്യലാണ്. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാണണം. ഇനി ഞാനിതിലേക്ക് ഒരു സാമ്പിൾ റിക്വസ്റ്റ് പാസ് ചെയ്യണം, എന്നാലാണ് എനിക്ക് തിരിച്ചെന്തൊരു റെസ്പോൺസ് ആണ് ഈ സെർവറിൽ നിന്ന് കിട്ടുക എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇമേജ് ഗൂഗിളിൽ നിന്ന് എടുക്കുകയാണ്. സാമ്പിൾ ഡാറ്റയായിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമേജാണ് കൊടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു പ്രൊഡക്റ്റ് അല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ചൂസ് ചെയ്തത്. ChatGPT വിഷന് ഈ ഒരു പ്രൊഡക്റ്റ് എന്താണ് മനസ്സിലാവും നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഈ ഡെമോ ഇമേജ് ഒന്ന് റീപ്ലേസ് ചെയ്യുകയാണ്. വാട്ട് ഈസ് ഇൻ ദിസ് ഇമേജ് തന്നെയാണ്, അത് റീപ്ലേസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്കൊരു സാമ്പിൾ പേലോഡ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ടെസ്റ്റ് ചെയ്യുന്നു. ലെറ്റ്സ് സീ. സോ നമുക്ക് റെസ്പോൺസ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ദ ഇമേജ് ഷോ എ ബ്രാസ് വെർട്ടിക്കൽ ലിഫ്റ്റ് ചെക്ക് വാൽവ്. അതായത് ഒരു വാൽവാണ്. ദിസ് ടൈപ്പ് ഓഫ് വാൽവ് ഈസ് യൂസ്ഡ് ഇൻ പൈപ്പിംഗ് സിസ്റ്റംസ് ടു പ്രിവെൻറ്റ് ബാക്ക് ഫ്ലോ, allowing fluid to flow in one direction but closing to prevent the flow in the opposite direction. It appears to be a heavy duty industrial type often found in system where reliability and durability are critical. Okay, അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പ്രൊഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന ഇമേജ് ഒരു കൊമേഴ്ഷ്യൽ യൂസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാൽവാണ്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമല്ല. സോ ChatGPT അത് വളരെ വ്യക്തമായിട്ട് ആ വാൽവ് എന്താണെന്നുള്ള കാര്യം നമുക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ട് തന്നു കഴിഞ്ഞു. ഓക്കെ, ഇത് നമ്മൾ ടെസ്റ്റ് അടിക്കുകയാണ് ചെയ്തത്. ഇനി ഈ ഒരു തിരിച്ചു കിട്ടിയിരിക്കുന്ന ഡാറ്റ നമ്മൾ വേരിയബിൾസിലേക്ക് മാപ്പ് ചെയ്യണം. കോണ്ടന്റ് എന്ന് പറയുന്നതിലാണ് നമുക്ക് ഈ ഒരു ആൻസർ ഇരിക്കുന്നത്. നമുക്ക് അത് തന്നെ കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളത് സേവ് ചെയ്യുന്നു. നമ്മൾ ആൻസർ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് സേവ് ചെയ്യുകയാണ്. ഇനി നമുക്കിവിടെ കൊടുക്കേണ്ട ഡൈനാമിക് ആയിട്ടുള്ള ഡാറ്റയാണ്. ഇവിടെ ഞാൻ ടെക്സ്റ്റ് റീപ്ലേസ് ചെയ്തുകൊണ്ട് യൂസറുടെ ഉള്ളിൽ നിന്ന് ഇവിടെ കളക്ട് ചെയ്യുന്ന ഈ ഒരു ക്വസ്റ്റ്യനാണ് കൊടുക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ എൻ്റർ ചെയ്യുന്നു. കൂടാതെ ഇമേജ് URL എന്നുള്ളത് നമ്മളിവിടെ നിന്ന് ഫിക്സഡ് ആക്കി വെച്ചിരിക്കുന്നത് മാറ്റിയതിന് ശേഷം ഡൈനാമിക് ആക്കുകയാണ് ചെയ്യുന്നത്. ഇമേജ് വേരിയബിളായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ യൂസർ സബ്മിറ്റ് ചെയ്യുന്ന ഇമേജും യൂസർ സബ്മിറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനും ആയിരിക്കും എവറി ടൈം ഈ പറഞ്ഞ ഓപ്പൺ AIയിലേക്ക് പോവുക. എന്നിട്ടായിരിക്കും നമുക്ക് ആൻസർ ലഭിക്കുക. ഇനി നമുക്ക് അടുത്തായിട്ടൊരു ടെക്സ്റ്റ് മെസ്സേജ് മൊഡ്യൂൾ ഡ്രാഗ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ആൻസർ മാപ്പ് ചെയ്യാം. സോ ഇതൊരു ലൂപ്പിൽ വർക്ക് ചെയ്യും. അപ്പോൾ ആൻസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് തിരിച്ച് പ്ലീസ് അപ്ലോഡ് ഒരു ഇമേജ് എന്നുള്ളതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അതിനിടയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡിലേ കൂടി മാപ്പ് ചെയ്യാം. ഓക്കെ, അതൊരു 3 സെക്കൻഡ് ഒരു ഡിലേ കൂടി കൊടുക്കാം.
ഓക്കെ, ഇപ്പോൾ ഈ ഒരു ലൂപ്പിലായിരിക്കും ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് ഞാനൊരു വിഷൻ AI എന്ന് പറഞ്ഞൊരു കോഡ് കൊടുക്കുകയാണ്. 5 മിനിറ്റിൽ റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുന്നു. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. ഈ ചാറ്റ് ബോട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പിലേക്ക് ഈ ഒരു കോൺഫിഗർ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് #vision AI എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സ്പെസിഫിക് ചാറ്റ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്ലീസ് അപ്ലോഡ് യുവർ ഇമേജ് എന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പ്ലീസ് എൻ്റർ യുവർ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നില്ല. വാട്ട് ഈസ് ഇൻ ദിസ് ഇമേജ് എന്ന് മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. സോ ഇമേജ് എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ഇരിക്കുന്നത് ചക്കയാണ്, ഒരു ജ്യൂസാണ് ഇരിക്കുന്നത്. അതിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പിലുള്ളൊരു സ്ട്രോ ഇരിപ്പുണ്ട്. അതിൻ്റെ പുറകിലൊരു പച്ച ചക്കിരിപ്പുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ലീവ്സ് ഇരിക്കുന്നുണ്ട്, ബാംബൂസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതിനുള്ള ഞാനൊരു ക്വസ്റ്റ്യൻ എൻ്റർ ചെയ്യുകയാണ്. എക്സ്പ്ലെയിൻ ദിസ് ഇമേജ് എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കതിൽ മെസ്സേജ് വന്നിട്ട് നമുക്ക് നോക്കാം. ദിസ് ഇമേജ് ഷോസ് എ സ്റ്റിൽ ലൈഫ് കോമ്പോസിഷൻ സെൻറ്റേഡ് ഓൺ ജാക്ക് ഫ്രൂട്ട്. In the background, there is a old jackfruit, easily recognizable by its large size and spiky textured green skin. In front of the jackfruit, to the left, there is a plate with pieces of ripe fruit. To the right side of the image, there is a clear glass containing yellowish beverage, which could be a smoothie or juice made from the jackfruit. An orange spiral-shaped plastic straw is placed inside the glass, adding a playful element to the arrangement. Okay, അപ്പോൾ ആ ഒരു സ്ട്രോയും ഗ്ലാസും എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. The setting includes a straw or hair-like surface upon which jackfruit is resting, as well as large green leaves under the glass. Okay, which might be jackfruit leaves. The background shows a bamboo or wooden mat and some tied wooden sticks, creating a rustic and natural atmosphere that complements the fruit's tropical origin. Wow, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരൊറ്റ ഇമേജിൽ നിന്നും നമുക്ക് OpenAI വിഷൻ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാം. അതിൽ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഒരു മാത്ത് പ്രോബ്ലം ആണ് ഉള്ളത്. അപ്പോൾ അത് ഞാൻ സബ്മിറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊരു ആൻസർ എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, പ്ലീസ് എൻ്റർ യുവർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. പ്ലീസ് ഗീവ് മി ദ ആൻസർ ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, ആൻസർ വന്നിട്ടുണ്ട്. ആൻസർ എങ്ങനെയാണ് വന്നത് അടക്കമാണ് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ഇമേജ് കൂടി ടെസ്റ്റ് ചെയ്യാം. കാരണം ഒരു മനുഷ്യന് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ഇമേജിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും കൂടി സാധ്യതയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നൊരു ഇമേജ് നോക്കാം. ഒരു കുട്ടി ഒരു ബോർഡിൽ നോക്കുകയാണ്, ഒരു സൂപ്പർമാൻ ടൈപ്പ് കേപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിന് ഞാൻ എക്സ്പ്ലെയിൻ ദിസ് ഇമേജ് എന്ന് പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. സോ ആൻസർ വന്നിട്ട് നമുക്ക് നോക്കാം. ഇൻ ദിസ് ഇമേജ് ദർ ഇസ് എ ചൈൽഡ് ഫേസിംഗ് എ ലാർജ് ചോക്ക് ബോർഡ് ഫിൽഡ് വിത്ത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആൻഡ് സിംബൽസ്. The backboard of the chalkboard, covered in the complex math, could signify the challenges of the vast world of knowledge that the child is facing or aspiring to conquer. The photo might be used to portray themes such as education, childhood, imagination, intelligence, challenges, or the concept of a math superhero. So, ആ ഒരു ഇമേജിൽ നിന്ന് അതിൻ്റെ അർത്ഥം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഓക്കെ, സോ ഇത്രത്തോളം പവർഫുള്ളാണ് ഇപ്പോൾ OpenAIയുടെ വിഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. OpenAIയുടെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI വിഷൻ വരുന്നതിന് മുമ്പ് തന്നെ AI ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് നിലവിലുണ്ട്. അത് മാനുഫാക്ചറിങ്ങിലാണെങ്കിലും ഹെൽത്ത് സെക്ടറിലാണെന്നുണ്ടെങ്കിലും ഗവൺമെൻറ് സെക്ടറിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഈ AI വീഡിയോസ് പ്രസൻറ്റ് ചെയ്യുമ്പോഴല്ല നിങ്ങളുടെ ഒരു ഇമാജിനേഷൻ പോകേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ AI ബേസ് ചെയ്തിട്ട് എന്ത് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പലർക്കും പല ഐഡിയാസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ഐഡിയ ആയിരിക്കും ഭാവിയിൽ ഒരു വലിയൊരു പ്രൊജക്റ്റായിട്ട് ഇതുപോലെ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ OpenAIയുടെ AI എന്ന് പറയുന്ന ഒരു APIs ആയിട്ട് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് AI ബേസ് ചെയ്തിട്ടൊരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളൊരു ഐഡിയ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ AIs ആക്ച്വലി നിങ്ങൾക്കും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഈ AI ബേസ് എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് ബിൽഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ, അതിന് കൺസൾട്ടിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇനിയും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള AI അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിലേറ്റഡ് വീഡിയോയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.